ഇടുക്കിയിലും ദേശീയ പണിമുടക്ക് ഭാഗികമാണ്. സ്വകാര്യ വാഹനങ്ങളും KSRTCയും നിരത്തിലുണ്ട്. ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ വാഹനം തടയുന്നു. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാടൻ മേഖലകളിൽ പണിമുടക്കില്ല. ഇടുക്കി കുമിളിയിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞിരുന്നു. സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, അപ്പോൾ ഇടുക്കിയിൽ ഒരു പരിധിവരെ ഈ പണിമുടക്ക് പരാജയമാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതാം. രാവിലെ മുതൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ പ്രധാനമായും ഇടുക്കിയുടെ മലയോര മേഖലയായ നെടുങ്കണ്ടം, കട്ടപ്പന, അതുപോലെ തന്നെ ചെറുതോണി ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമരാനുകൂലികൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുമളി, വണ്ടിപ്പെരിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് രാവിലെ മുതൽ സമരാനുകൂലികൾ എത്തുകയും ഈ വാഹനങ്ങൾ തടയുകയും ചെയ്തിരുന്നത്. KSRTC രാവിലെ സർവീസുകൾ ആരംഭിച്ചിരുന്നു. പക്ഷേ കുമളിയിൽ നിലവിൽ ഈ സർവീസുകൾ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏകദേശം 4 സർവീസുകൾ മാത്രമാണ് കുമളിയിൽ നിന്ന് പോയിട്ടുള്ളത്. തിരുവനന്തപുരം, എറണാകുളം, അതുപോലെ തന്നെ കമ്പം സർവീസുകൾ മാത്രമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. മറ്റ് സർവീസുകൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വാഹനങ്ങളെല്ലാം ഇവിടെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഒരു നിർദ്ദേശം ഇവർക്ക് ഇതുവരെ വാഹനം എടുക്കാൻ ലഭിച്ചിട്ടില്ല. നിലവിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ വാഹനം എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. വാഹനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമരാനുകൂലികൾ വന്ന് തടയുകയും വാഹനം കടത്തിവിടുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവർ രാവിലെ 6 മണിക്ക് പോകേണ്ട ഡ്യൂട്ടിക്ക് എത്തിയ ആളുകളാണ്. നിലവിൽ ഇപ്പോഴും ഒരു ഡ്യൂട്ടി എടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളാണ്. എന്താണ് കേട്ടോ നിലവിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്നൊരു പ്രതിസന്ധി എന്നാണ്? രാവിലെ പോകേണ്ട സർവീസുകൾ പോയി അതിരാവിലെ. അതിനുശേഷം പിന്നെ ഇപ്പോൾ 7:30 ഞങ്ങൾ സർവീസ് പോകാനായിട്ട് പോയപ്പോൾ കുമളി ബസ് സ്റ്റാൻഡിൽ വെച്ച് സമരാനുകൂലികൾ തടയുകയും വണ്ടി തിരിച്ചുവിടുകയാണ് ഉണ്ടായത്. നിലവിൽ ഡ്യൂട്ടി എടുക്കാൻ കഴിയാത്ത സാഹചര്യം എന്താണ്? ഡിപ്പോയിൽ നിന്ന് എന്താണ് പറയുന്നത്? ഡിപ്പോയിൽ നിന്ന് വണ്ടി എപ്പോൾ വേണമെങ്കിലും സർവീസ് അയക്കാൻ തയ്യാറാണ്. ഇപ്പോൾ സമരാനുകൂലികൾ വണ്ടി തടയുന്നില്ല എന്നുണ്ടെങ്കിൽ സർവീസ് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇവിടെ സർവീസ് പോകാനുള്ള ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാവരും ഉണ്ട്. ഈ സമരാനുകൂലികൾ വണ്ടി തടയുന്നതുകൊണ്ടാണ് സർവീസ് നടത്താൻ പറ്റാത്തത്. ഇപ്പോൾ മന്ത്രിയുടെ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുരക്ഷിതമായി സർവീസ് നടത്തണം, അല്ലെങ്കിൽ രാവിലെ തന്നെ എത്തണം, ഹാജരാവണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടോ നിലവിൽ ഇവിടെ? അല്ല, എല്ലാവരും ആ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഡ്യൂട്ടിക്ക് ഹാജരായത്. പക്ഷേ സമരാനുകൂലികൾ റോഡിൽ വണ്ടി തടയുന്നതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇപ്പോൾ ഇന്നത്തെ ഹാജരും മറ്റു സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? കിട്ടിയിട്ടുണ്ടോ? ഹാജർ കിട്ടുമായിരിക്കും. അത് പിന്നീട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കോർപ്പറേഷൻ ഹാജർ തന്നാൽ അത് കിട്ടും. പക്ഷേ നമ്മുടെ ഒരു അവസ്ഥ അനുസരിച്ച് സർവീസ് നടത്തിയാലാണ് നമുക്ക് ഹാജരുള്ളൂ. അതാണ് നമ്മുടെ നിലവിൽ KSRTCയിലെ ഒരു അവസ്ഥ. അതാണ് നമ്മൾ സർവീസ് പോകുമ്പോഴേ നമുക്ക് ഹാജരാവുള്ളൂ. ബുക്കിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഹാജരാവില്ല. ഒരാശങ്കയുണ്ടോ ഇനിയിപ്പോൾ ഹാജർ കിട്ടാതിരിക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. കാരണം നമ്മുടെ ഡ്യൂട്ടിയിൽ ഇപ്പൊ ഇന്നലെ ഡബിൾ ഡ്യൂട്ടി ചെയ്തവർക്ക് ഇന്ന് ഓൾറെഡി അറ്റൻഡൻസ് ഉണ്ട്. ഞങ്ങൾ 2-3 ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഹാജർ നമുക്കുണ്ട്. സർവീസ് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ എത്തിയതാണല്ലേ? അതെ അതെ. എന്താണ്, തിരിച്ചു പോവാണോ ഡ്യൂട്ടി? ഇല്ല, ഞങ്ങളിവിടെ അടുത്ത് റൂം എടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോ ഷെഡ്യൂള് ഇതിന്റെ റിപ്പോർട്ട് ആവണ വരെ, നമുക്കിത് തീരുമാനം ആവണ വരെ ഇവിടെ നിൽക്കണം. 8 മണിക്കൂർ നിൽക്കണം. 8 മണിക്കൂർ നിന്നാൽ ഡ്യൂട്ടി തരാൻ കിട്ടുമെന്നറിയില്ല. ഓക്കെ, അത്തരത്തിലാണ് ഈ ജീവനക്കാർ രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. 4 സർവീസുകൾ മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ. ഇതിനുശേഷം നടത്തിയ സർവീസുകൾ സമരാനുകൂലികൾ തടഞ്ഞതോടുകൂടിയാണ് നിലവിൽ ഈ കുമളി ഡിപ്പോയിലെ ഈ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ജീവനക്കാർ എപ്പോൾ വേണമെങ്കിലും സർവീസ് നടത്താൻ തയ്യാറാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഡിപ്പോയിൽ നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശം അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടുമില്ല. എന്തായാലും ഇടുക്കിയിലും ഈ ഒരു പണിമുടക്ക് പുരോഗമിക്കുന്നുണ്ട്. അതേസമയം തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഈ പണിമുടക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിർത്തി ഗ്രാമമായ കമ്പം, അതുപോലെ തന്നെ തേനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സ്വാഭാവികമായും ഒരു ദിവസം എങ്ങനെയാണോ കടന്നുപോകുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, സുബിൻ K. തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.